മനുഷ്യരു കാര്യം കണ്ടായിരുന്നു തോന്നുന്നു. ഇപ്പോൾ വാർത്തയാണ്, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അങ്ങനെ ഇന്ത്യ എടുത്ത് പറഞ്ഞിരിക്കും വേണമെങ്കിൽ ഒരു ചർച്ച നടത്താം എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പോലും. ഇത്രയും കാലം അങ്ങനെ നേരത്തെ ഈ ഒരു യുദ്ധം മുറുകുന്ന, അതായത് ഇന്ത്യയുടെ രീതിയിൽ തിരിച്ചടി മുറുകിയ സമയത്തും ഇതുപോലെ രീതിയിൽ എന്താ മറ്റേ ചോര ഒഴുക്കുന്നൊക്കെ പറഞ്ഞവരൊക്കെ തന്നെ ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. കേറി അടിക്കും. ഇദ്ദേഹമാണ്, ഷഹബാസ് ഷെരീഫാണ് കഴിഞ്ഞൊരു മാസം മുൻപ് ഒരു പബ്ലിക് റാലിയിൽ ഇന്ത്യനെ ഞങ്ങൾ തിരിച്ചടിക്കുമെന്നും ഇന്ത്യയെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞ് വളരെ വർഗീയമായൊരു പ്രസംഗം നടത്തിയത്. ആ ഷഹബാസ് ഷെരീഫ് ഇന്ന് ഇതിപ്പോ പറയണം എന്നുണ്ടെങ്കിൽ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് വിചാരിച്ചിട്ടല്ല അപ്പൊ അന്ന് പ്രസംഗിച്ചത്. റാലിയിൽ മാത്രമല്ല, ഈ മറ്റേ പാകിസ്ഥാൻ ആർമി ചീഫായ അസീം മുനീർ പങ്കെടുത്ത അസീം മുനീർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയോട് മറ്റേ നമ്മുടെ മതം തമ്മിൽ വ്യത്യാസമുണ്ട്, അങ്ങനെയുണ്ട്, അവര് വർഗീയത വളർത്തിയതും അതുപോലെ ഈ അണങ്ങി കടന്ന തീവ്രവാദ ഗ്രൂപ്പുകളെ വീണ്ടും പ്രോത്സാഹിപ്പിച്ചതും അത്തരത്തിലുള്ള പ്രഖ്യാപനം. അന്നും വേദിയിൽ ഷഹബാസ് ഷെരീഫ് ഉണ്ടായിരുന്നു, അതിനെ പരസ്യമായിട്ട് പിന്തുണയ്ക്കുകയും ചെയ്തു. അയാളൊരു പപ്പറ്റ് ആണെങ്കിൽ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയോടുള്ള വിദ്വേഷം, അതായത് ഇതിനകത്ത് ശരത്ത് മനസ്സിലാക്കേണ്ട ഒരു സാധനം, പാകിസ്ഥാൻ ഒരു പാരസൈറ്റ് ആണ്. പാകിസ്ഥാൻ ഒരു ഇന്ത്യയെ പോലെ ഇൻഡിപെൻഡന്റ് രാഷ്ട്രമല്ല. ഒരു ആഗോളവൽകൃത സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യ ഒരുപാട് രാഷ്ട്രങ്ങളോട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നതെങ്കിലും ഇന്ത്യക്ക് തന്നെ നിൽക്കാനുള്ള വിഭവങ്ങളുണ്ട്. ഇന്ത്യ കേപ്പബിൾ കൂടിയാണ്. ബിക്കോസ് വി ഹാവ് മണി, നമുക്കൊരു സോവനിറ്റി കൂടിയുണ്ട്. പക്ഷെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമില്ല. ഇന്ത്യക്ക് തന്നെ തിരിച്ച് അടിച്ചുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് തന്നെ കിട്ടുന്ന വിഭവങ്ങൾ കൊണ്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. മാത്രമല്ല ഇന്റർനാഷണൽ എയ്ഡുകൾ പലതിൻ്റെ പേരിലും കിട്ടിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് പാകിസ്ഥാൻ. മാത്രമല്ല അവർ പൂർണ്ണമായ അർത്ഥത്തിൽ സാമ്പത്തികമായി ദാരിദ്ര്യ അവസ്ഥയിലാണ്. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നു. ജയശങ്കർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളത് പൂർണ്ണമായ അർത്ഥത്തിൽ ഇനി കരാർ പുനഃസ്ഥാപിക്കില്ല എന്ന് പറയുന്നു. ഇന്ത്യ ട്രേഡ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തുന്നു. IMF ഉൾപ്പെടെയുള്ള ലോക സംഘടനകളോട് ഇന്ത്യ ആവശ്യപ്പെടുകയാണ് പാകിസ്ഥാനോടുള്ള മോണിറ്ററി എയ്ഡ് കൊടുക്കരുതെന്ന് പറയുന്നു. ഇസ്രായേൽ അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഇന്ത്യക്കൊപ്പം അണിചേരുന്നു. ഇന്ത്യ ഒരു സൂപ്പർ പവർ ആകുന്നു. സ്വാഭാവികമായിട്ടും ഇനി പാകിസ്ഥാനെ പിടിച്ചു നിൽക്കുക, അത് പട്ടിണിക്ക് കുറച്ച് വെടിയുണ്ട നിന്നിട്ട് കാര്യമില്ലല്ലോ, അരി തന്നെ വേണമല്ലോ. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഭവങ്ങൾ തീരാറാവുന്നു. അപ്പം ഇന്ത്യയുടെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ഇല്ലാതെ പാകിസ്ഥാന് ചോറുണ്ണാൻ പറ്റത്തില്ല. അതെ, നമ്മൾ ഇതിനകത്ത് പറയേണ്ട സിന്ധു നദി നിർത്തിയപ്പോൾ, ആ ഒരു കരാർ നിർത്തിയപ്പോൾ തന്നെ അവരുടെ പല കാര്യങ്ങളും പോയി. അവിടെ വ്യവസായം നടക്കുന്നത് ഏതാണ്ട് വെള്ളത്തിലൂടെയുള്ള വ്യവസായം, വെള്ളം കൊണ്ട് നടത്തുന്ന വ്യവസായങ്ങളായിരുന്നു. കൃഷിയും എല്ലാം നടക്കുന്നതിന് 70% വേണം. ഇപ്പൊ ഇതെല്ലാം പൂർണ്ണമായിട്ടും നിലയ്ക്കുന്ന അവസ്ഥയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ചെങ്കിലും കിട്ടുമ്പോൾ അത് പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. അവർ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കും. ഇപ്പോൾ തന്നെ അവിടെ ഇപ്പം ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അവിടുത്തെ ജനങ്ങൾ തെരുവിലിറങ്ങിയിട്ടുണ്ട്, അവിടുത്തെ വ്യവസ്ഥകൾക്കെതിരെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയെ ഇപ്പം ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള സമീപനങ്ങൾ. അതുവരെ ഇല്ലാത്ത ഇപ്പോൾ ചർച്ചകൾക്ക് വേണ്ടി, ഇതിനു മുമ്പ് അങ്ങനെ ഒരു ചർച്ചയൊന്നും വന്നില്ലായിരുന്നല്ലോ. ഇതെല്ലാം അഴിച്ചു വിട്ടതിന് ശേഷം ഇപ്പോൾ ഒരു റിസൾട്ട് ഉണ്ടായി. ഇന്ത്യ തിരിച്ചടിച്ചപ്പോൾ വീണ്ടും അവർക്ക് എന്ത് പറയാനാണ്, ഇപ്പോൾ സെന്റിമെന്റ്സും കൊണ്ട് വന്നിട്ട് കാര്യമില്ല. ഇന്ത്യ ശക്തമായ നിലപാട് എടുത്തു കഴിഞ്ഞു ഓൾറെഡി. ഇന്ത്യ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യ ഇപ്പോൾ ഈ ഒരു പ്രശ്നം കാരണം, പഹൽഗാം അറ്റാക്കിന് കാരണം 2008 മുതലുള്ള കണക്കുകൾ ഇന്ത്യ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ എന്താ പറയുക, അവരുടെ അടിവേര് വരെ പിഴുതുകൊണ്ടിരിക്കുകയാണ്. ശരത്തിന്റെ ഒപ്പീനിയനാണ് എനിക്കറിയേണ്ടത്. ഇന്ത്യ ചർച്ചയ്ക്ക് തയ്യാറാവേണ്ടതുണ്ടോ? നമ്മൾ ഇത്രയും നാളും ഒരു എന്താ പറയുക സമാധാനത്തിന്റെ പാതയിലൊക്കെ പോയി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, കുറച്ച് നാളൊരു ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ ഇന്ത്യ പഴയ പോലെ തന്നെ ഒരു ബുദ്ധിസ്റ്റ് സങ്കല്പങ്ങളിലോ അല്ലെങ്കിൽ എല്ലാവരും നന്നായി വരട്ടെ എന്നൊരു മോഡസ് ഓപ്പറാൻഡിയിലാണ് ഇന്ത്യ വർക്ക് ചെയ്തിരുന്നത്. ഇൻ യുവർ ഒപ്പീനിയൻ ഇന്ത്യ ഒരു ചർച്ചയ്ക്ക് ഇനി തയ്യാറാവേണ്ട ആവശ്യമുണ്ട്? ഒരിക്കലും വേണ്ടതാണ് പറഞ്ഞത്. അത് കാരണം എന്ന് വെച്ചെങ്കിൽ ഇത് ആരാണ് തുടക്കം ഇട്ടത്? ഇത് എവിടെ നിന്നാണ് ഇതിന്റെ വന്നത്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സ്മൂത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ പൊക്കോണ്ടിരുന്നത്. അപ്പോൾ ഇതിന്റെ ഉറവിടം എന്ത്? ഇതിന്റെ ഉറവിടം തേടി പോകുമ്പോൾ വരുന്നത് നമുക്ക് അവിടെ തന്നെ പാകിസ്ഥാനിലെ തന്നെ കാര്യങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടുത്തെ പ്രശ്നങ്ങൾ പ്രശ്നം ഇതാക്കാനും അതുപോലെ തന്നെ കാശ്മീരിനെ വിഭജിക്കാനും അവിടെ ഒരു ഇന്ത്യയെ മതം ആയുധമാക്കി ഇവിടുത്തെ ആളുകളെ വേർതിരിക്കാനുമാണ് അവർ ശ്രമിച്ചത്. അത് പക്ഷെ റിസൾട്ട് കിട്ടിയില്ല. അപ്പോൾ അവർക്ക് വീണ്ടും സർവൈവ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ വേണ്ടി വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് മാത്രമല്ല ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് പണം മേടിക്കുക, എല്ലാ കാലവും അങ്ങനെയാണ് തീവ്രവാദ സംഘടനകൾ നേടിക്കൊണ്ടിരിക്കുന്നത്. ആ ഫണ്ട് എടുത്ത് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിലാക്കുകയും ചെയ്യും. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഇന്ത്യ പറഞ്ഞത്, IMF-നടുത്ത് പറഞ്ഞത് അനാവശ്യമായിട്ട് പൈസ കൊടുക്കുക, തീവ്രവാദത്തിനാണ് പോകുന്നത്, ഇത്രയും ശതമാനം തീവ്രവാദത്തിനാണ് പോകുന്നത്. അല്ലാണ്ട് അവിടുത്തെ പട്ടിണികളൊന്നും മാറിയിട്ടില്ല. അങ്ങനെ കൊടുക്കുന്ന പട്ടിണികൾ കുറച്ചെങ്കിലും മാറണ്ടേ? ഇവിടെ ഇപ്പം അവിടുത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലിറ്റർ വെള്ളം വാങ്ങാൻ പോലും പറ്റാത്തൊരു അവസ്ഥയാണ്. നേരത്തെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു, ഒരു കിലോ കോഴി വാങ്ങണേ 1200-1300 രൂപ കൊടുക്കേണ്ട അവസ്ഥയാണ് അവിടുത്തെ അവസ്ഥ.
അങ്ങനത്തിൽ പല മാത്രമല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു വീട്ടിൽ നമ്മൾ ശാന്തമായി കഴിയുന്ന ഒരു വീട്ടിൽ ഒരാൾ കയറി അതിക്രമിച്ച് നമ്മുടെ വീട്ടുകാരെ ആക്രമിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കൈയും കെട്ടി നോക്കി നിൽക്കില്ല. ആ ഒരു തത്വം തന്നെയാണ് ഇന്ത്യ എടുത്തത്. പ്രതിരോധമായിരുന്നു തീർത്തത്. ഇന്ത്യ അടിച്ചില്ല, പ്രതിരോധമാണ് തീർത്തത്. ഒരാളുടെ പോലും ചോര ചിന്തിയിട്ടില്ല. എന്നിട്ട് പോലും പാകിസ്ഥാൻ എന്താ ചെയ്തത്? വീണ്ടും പ്രകോപനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ പഹൽഗാം അറ്റാക്കിന് മറ്റൊരു പ്രധാനപ്പെട്ട വേദന അല്ലെങ്കിൽ അത് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുള്ള ഒരു മുറിവ് എന്ന് പറയുന്നത് മതം ചോദിച്ചാണ് ആക്രമിച്ചതെന്നുള്ളതാണ്. മറ്റുള്ള ആക്രമണങ്ങൾ ഇപ്പൊ മുംബൈ ഭീകരാക്രമണത്തിലോ അവിടെ ഒന്നും സംഭവിക്കാത്ത തരത്തിൽ കലിമ ചൊല്ലിയില്ലെങ്കിൽ കൊന്നുകളയുക അല്ലെങ്കിൽ മതം നോക്കി കൊല്ലുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. മാത്രമല്ല മോദിയോട് പോയി പറയാൻ അതെ. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇനി ഇന്ത്യ പാകിസ്ഥാനോട് കൈ കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പാകിസ്ഥാൻ എന്തും മനസ്സിലാക്കും. ഒരു ഇപ്പോ സ്ഥിരമായി എന്നെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ സമാധാനപ്പെട്ട് അയക്കും, ഇവർ ഇത്രയേ ഉള്ളൂ എന്നൊരു ധാരണ വരുന്നത് പോലെ തന്നെ പാകിസ്ഥാൻ വിചാരിച്ചിരുന്നത് ഇന്റർനാഷണൽ തലത്തിൽ, അതായത് ഇപ്പോൾ അവർ യുണൈറ്റഡ് നേഷൻസിലേക്ക് പോകുന്നു അല്ലെങ്കിൽ അമേരിക്കയുടെ പിന്തുണ ആർജിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുന്നു. അപ്പം ഇവർ വിചാരിച്ചിരുന്നത് ചുമ്മാ കയറി അങ്ങ് അറ്റാക്ക് ചെയ്യാം, നമ്മൾ കുറച്ച് സമാധാനമുള്ള ആളുകളായതുകൊണ്ട് തിരിച്ചൊന്നും ചെയ്യില്ല, കൂടി പോയാൽ ഒരു അറ്റാക്ക് ഉണ്ടാകാം, അതിനപ്പുറത്തേക്ക് ഇന്ത്യ ഒന്നും ചെയ്യില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇന്ത്യ ആദ്യം വെള്ളം കൂടി മുട്ടിക്കുന്നു, ട്രേഡ് നിർത്തുന്നു, പാകിസ്ഥാനിൽ ഇന്ത്യ വിട്ടു പൊക്കോളാൻ പറയുന്നു, തിരിച്ച് ഇന്ത്യക്കാരോട് ഇങ്ങോട്ട് വരാൻ പറയുന്നു, അതുപോലെ തന്നെ പൂർണ്ണമായ അർത്ഥത്തിൽ പാകിസ്ഥാനുള്ള കമ്മ്യൂണിക്കേഷൻ നിർത്തുന്നു, ശേഷം തീവ്രവാദികൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. അപ്പോൾ ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജിക് വാർ, നമുക്ക് അങ്ങനെ തന്നെ പറയാം, ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജി. ആ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇനി ഒരിക്കലും പാകിസ്ഥാൻ ടെററിസത്തെ സ്പോൺസർ ചെയ്യുന്ന ടെററിസത്തിൻ്റെ ഹബ്ബായിട്ടുള്ളൊരു കൺട്രിയാണ്. ടെററിസം ആഗോളതലത്തിൽ ടെററിസം വിൽക്കുന്ന രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാരമായ ഒരു കാര്യമൊന്നുമല്ല. കാര്യം പാകിസ്ഥാൻ അങ്ങനെയാണ്, അവരങ്ങനെ പഠിച്ചിട്ടുള്ളൂ. അത് പാകിസ്ഥാൻ്റെ ഒരു, ഞാൻ പറയുന്നത് അവിടുത്തെ സാധാരണക്കാരെക്കുറിച്ചോ അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിനെ കുറിച്ചോ എന്നതിനേക്കാൾ ഉപരിയായി പാകിസ്ഥാന്റെ മണ്ണിൽ ലയിച്ചു ചേർന്നൊരു സാധനമാണ് ഭീകരവാദം എന്ന് പറയുന്നത്. അവരത് മാത്രം കണ്ടും ശ്വസിച്ചും കേട്ടും വളർന്ന ഒരു രാഷ്ട്രമാണ്. അങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം നന്നാകുമോ ഇനി എന്നൊരു ചോദ്യത്തിന് പോലും പ്രസക്തിയില്ല. നന്നാകണമെങ്കിൽ നമുക്ക് ഈ ഫണ്ടിങ്ങുകളെല്ലാം കൃത്യമായിട്ട് അവരുടെ കൈകളിൽ എത്തണം. ഇവിടെ ബേസിക് ആയിട്ട് ഒരു കാര്യം പറയുന്നത്, നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഭീകരവാദികൾ തീവ്രവാദികൾ എല്ലാം തന്നെ അവരൊരു ബെൽറ്റായി രൂപീകരിച്ച് ഒരു ബെൽറ്റായിട്ട് നമുക്ക് മാറ്റി നിർത്താം. അതായത് രണ്ടായിട്ട് തിരിക്കാം. ഒരു ഭീകരവാദികളൊന്ന് സാധാരണ സിവിലിയൻസ്. ഇപ്പം അവിടെ ഇപ്പം എന്താ പറയുക, ഗാസയിലായാലും പാകിസ്ഥാനായാലും നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഗാസയിലാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇസ്മായിൽ ഖനിയയും അതുപോലെ തന്നെ ഹമാസിന്റെ ഒരു ബെൽറ്റും വരുന്നുണ്ട്. അവർക്ക് ഇവരുടെ ഏറ്റവും വലിയൊരു എന്താ പറയുക രീതി എന്ന് പറയുമ്പോൾ അതീവ ലക്ഷറി ആയിട്ടുള്ള ജീവിതം അതാണ്. അതായത് നമുക്ക് ഈ ഇസ്മായിൽ ഖനിയയുടെ വൈഫിന്റെ ഒരു ഇത് കണ്ട 27 ലക്ഷം രൂപയുടെ ഒരു ബാഗ്, മാത്രമല്ല നമ്മൾ ആ തുരങ്കം കണ്ടാൽ ഞെട്ടിപ്പോകും. പണം, അതുപോലെ എല്ലാ ആഡംബര വസ്തുക്കൾ, എല്ലാ ആഡംബരവും അങ്ങനെയാണ്. അതുപോലെയാണ് ഇവിടെ നോക്കുക, പാകിസ്ഥാനിൽ അസീം മുനീറിന്റെ അദ്ദേഹം ചില്ലറക്കാരിൽ ഏതാണ്ട് 5000 കോടിയുടെ ആസ്തി എന്തോ ഉണ്ടെന്ന് പറയപ്പെടുന്നു. മാത്രമല്ല അവരുടെ ആളുകളെ എല്ലാം കൃത്യമായ സമയത്ത് ഈ ഒരു അറ്റാക്ക് തിരിച്ചടി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ എല്ലാം ബന്ധുക്കളെയും അതുപോലെ അടുത്ത ആളുകളെയും എല്ലാം തന്നെ അതിർത്തി കടത്തി. ഇതിൽ അനുഭവിക്കപ്പെടുന്നത് എന്താണ്? ഇവിടെ അവരുടെ ഒരു ബെൽറ്റിലുള്ള ആളുകളെല്ലാം തന്നെ സേഫ് ആവുന്നുണ്ട്. അവരുടെ ഇപ്പം ഈ ഒരു പ്രശ്നം വരുമ്പോൾ തന്നെ ബങ്കറുകളിലോ അല്ലെങ്കിൽ രാജ്യം വിട്ടു പോവുകയോ ചെയ്യുന്നുണ്ട്. ഇവിടെ അനുഭവിക്കുന്നത് ജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ എത്രയൊക്കെ ഫണ്ടിങ് വന്നാലും സാധാരണക്കാരുടെ കയ്യിൽ അവിടെ എത്തുന്നില്ല. അവരവിടെ നിരപരാധികളായ ഒരു ചോര വീണ് അവിടെ മരിക്കുന്നില്ല. അവിടെ അവര് ഏറ്റവും വലിയ കാര്യം ഉപയോഗിക്കുന്ന ആയുധമാണ് മതം. അവിടെ അത് വർക്കൗട്ട് ആവുന്നുണ്ട്. ഇന്ത്യയിൽ അത് വർക്കൗട്ട് ആയില്ല. അതാണ് ചുരുക്കത്തിൽ പറയുന്നത്. മാത്രമല്ല പാകിസ്ഥാൻ ജീവിക്കുന്നത് അത് കശ്മീർ തങ്ങളുടേതാണെന്ന് പറഞ്ഞുകൊണ്ടും ആ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി, ആ പോളിസി തന്നെയാണ് പാകിസ്ഥാന്റെ ബ്രെയിൻ. അല്ലെങ്കിൽ പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കൾ അധികാരത്തിലേറാനും അല്ലെങ്കിൽ ഇപ്പോൾ ആർമി തന്നെയും അല്ലെങ്കിൽ ഇപ്പോൾ അവിടെയുള്ള പപ്പറ്റുള്ള ഈ പറഞ്ഞ പോലെ പ്രധാനമന്ത്രി ഉണ്ടെങ്കിലൊക്കെ തന്നെ അവരെല്ലാവരും തന്നെ പറയുന്നത് പ്രവർത്തിക്കുന്നത് കശ്മീർ തങ്ങളുടേതാണ്, ഇന്ത്യ അത് കൈയടക്കി വെച്ചിരിക്കുകയാണെന്നുള്ള സ്ഥിരം പാറ്റേണിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാൻ മുന്നോട്ട് വരുന്നത്. അവരിനി ഒരു കാലത്തും നന്നാകും എന്നൊരു പ്രതീക്ഷയൊന്നും എനിക്കില്ല. അങ്ങനെയാണെങ്കിൽ ആർമിയൊക്കെ ഇറങ്ങി ഒരു തെരഞ്ഞെടുപ്പൊക്കെ നടത്തി അവരൊരു എന്താ പറയുക ക്ലെൻസിങ് പ്രോസസ്സിലേക്ക് അവർ പോകാൻ അവർക്ക് പറ്റണം. അങ്ങനെയൊന്ന് ഇനി എന്തായാലും ഒരു 21-ാം നൂറ്റാണ്ടിൽ നടക്കില്ലായിരിക്കും. 31-ാം നൂറ്റാണ്ടിൽ നമ്മളൊക്കെ ജീവനോട് ഉണ്ടെങ്കിൽ അത് നടക്കുമെന്നും എനിക്ക് പ്രതീക്ഷയില്ല. അതെ അതെ അവരെ സംബന്ധിച്ചൊരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരെ സംബന്ധിച്ചുള്ള ആദ്യം മുതലേ പിന്തുടർന്നവരെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് തന്നെ നേരത്തെ മുതൽ ഇത് ആദ്യമായിട്ടല്ല അവർ ഈ ഒരു മതം വിറ്റ് ജീവിച്ചത്. മാത്രം അതിന്റെ കാരണം
മുഹമ്മദ് അലി ജിന്ന വന്നപ്പോൾ തന്നെ അദ്ദേഹം കടുത്തൊരു നിരീശ്വരവാദിയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്നിട്ട് പോലും അദ്ദേഹം ഉപയോഗിച്ചത് മതം പറഞ്ഞാണ് അവിടെ ഡിവൈഡ് ഉണ്ടാക്കിയത്. അവിടെ നമ്മൾ കശ്മീരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അതേ ഒരു പോളിസി ആയിരുന്നു പിന്നീട് വന്ന ആളുകൾ. ഇവർക്കൊക്കെ ചിലപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു മതവിശ്വാസം ഉണ്ടാവണമെന്നില്ല. സ്വാർത്ഥ താല്പര്യങ്ങൾക്കും അതുപോലെ തന്നെ ഇതിനു വേണ്ടിയും ലക്ഷറിക്കും വേണ്ടി അവർ പല കാര്യങ്ങളും വെച്ചു അവരുടെ ജനങ്ങളെ ഇരകളാക്കി വിട്ടുകൊടുത്തു. ആ ഒരു അതേ നയം തന്നെയാണ് അവർ സ്വീകരിച്ചു വരുന്നതും. അതൊക്കെ തന്നെ നമുക്ക് നോക്കുമ്പോൾ എല്ലാം നമ്മൾ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ഹമാസ് ഇപ്പം ആഗോള തലത്തിലുള്ള ഭീകരർക്കെല്ലാം ഒരു സ്വഭാവമേ ഉള്ളൂ. എല്ലാം ഹമാസിന്റെ ആയാലും ഇവിടെ ആയാലും ലഷ്കർ ഇ തൊയ്ബ ആയാലും ജെയ്ഷെ മുഹമ്മദ് ആയാലും ഒരുപാട് സംഘടന എല്ലാം തന്നെ ഈ ഒരു രീതിയിലാണ് പിന്തുടർന്നത്. അവിടെയാണ് പറയുന്നത് ഇവർക്ക് അതിവിദഗ്ധമായിട്ട് അവിടുത്തെ ജനങ്ങളെ അതിന് കരുവാക്കാൻ പറ്റുന്നുണ്ട്. ഇവിടുത്തെ ആളുകൾക്ക് കുറച്ചുകൂടെ വിവരം വെച്ച് തുടങ്ങി. ഇവരൊരു ഷീൽഡ് പോലെ സാധാരണക്കാരായ ജനങ്ങളെ ഷീൽഡ് പോലെ വെച്ച് ശവം വിറ്റ് പണം വാങ്ങുക എന്ന് പറയുന്നത് അതാണ് കറക്റ്റ് ആയിട്ടുണ്ട്. ശവം വിറ്റാണ് അവർ പണം മാറിക്കൊണ്ടത്. ഇപ്പൊ ഹമാസിന് എത്ര രൂപ കിട്ടി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ്. ഇവർക്കൊക്കെ എവിടെ നിന്നാണ് ഈ വരുമാനം? ഈ ഇവിടെ ഇരുന്ന് മേളിരുന്ന് ഇങ്ങനെ ആയുധങ്ങൾ വാങ്ങിച്ചു കൂട്ടാനും ഇത്രയധികം തീവ്രവാദികളെ പോറ്റാനും അതാണ് ഈ ഒന്ന് മനസ്സിലാക്കുക. പാകിസ്ഥാനിൽ ഇപ്പൊ ഇപ്പം അടിസ്ഥാനപരമായിട്ട് തകർന്നിരിക്കുന്ന രാജ്യത്തിന് എവിടെ നിന്നാണ് ഈ ആയുധങ്ങൾ വാങ്ങാനും അല്ലെങ്കിൽ തന്നെ ഇത്രയും ആളുകളെ പരിപോഷിപ്പിക്കാനുള്ള ഈ തീവ്രവാദികളെ ഊട്ടിക്കൊണ്ടിരിക്കാനും പണം എവിടെ നിന്നാണ്? ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇതെല്ലാം തന്നെ ഒരു നമ്മൾ കാണാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിന്റെ പശ്ചാത്തലത്തിലുണ്ട് എന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ചർച്ചയിലേക്കൊന്നും പോയി ഒരു ചർച്ചകൾ എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ രീതിയാണ്. ഇപ്പൊ ശരത്തിന് വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഉണ്ടാകാം, എനിക്കുണ്ടാകാം. ആ ചർച്ചകൾ നടത്തി അതിൽ എവിടെയെങ്കിലും ഒരു ജംഗ്ഷൻ പോയിന്റിൽ എത്തുക. ഇല്ല എങ്കിൽ രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളെ തന്നെ നിന്നു പോകാൻ പറ്റണം. അതാണ് ജനാധിപത്യത്തിന്റെ ആ ഒരു മനോഹാരിത. ഏത് രീതിയിൽ നമ്മൾ ചർച്ച വയ്ക്കും, ചർച്ച വെച്ചത് എന്താണ് ഇവിടെ പാലിക്കപ്പെട്ടത്? വെടിനിർത്തൽ കരാർ വന്നതിന് ശേഷം അവർ പ്രകോപിപ്പിച്ചില്ലേ? അങ്ങനെയുള്ള ഒരു രാജ്യത്ത് എന്ത് പറഞ്ഞു നമ്മൾ വിശ്വസിക്കാൻ പറ്റും? നാളെ ഒരു കാലത്ത് ഇപ്പം കൈകൊടുത്ത് പിരിങ്ങെന്ന് വിചാരിച്ചോ, അവരെന്തെങ്കിലും രീതിയിൽ നുഴങ്ങി കയറി അവർക്ക് മുന്നിൽ നിന്ന് അടിക്കാനുള്ള ശേഷിയില്ല, അതിനുള്ള ധൈര്യവുമില്ല. ബാക്ക് സ്റ്റാബിംഗ് ആണ് അവരുടെ ഉള്ളത്. അപ്പൊ നമ്മൾ ആ രീതിയിൽ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ചർച്ചകൾ ഇനിയില്ലെന്ന് കൃത്യമായിട്ട് തന്നെ ഇവർ പറയും മുന്നേ തന്നെ. ഇപ്പം വിദേശകാര്യമന്ത്രി ആയാലും മോദി ആയാലും നമ്മുടെ സൈന്യം അടക്കം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യയുടെ സ്റ്റാൻഡ് ഇതാണ്. അതിനകത്ത് ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യ അതിൽ നിന്ന് പിന്മാറാൻ പോകുന്നില്ല. അതിനോടൊപ്പം തന്നെ ഞാനും ഇവിടുത്തെ ജനങ്ങളും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും എന്തായാലും പാകിസ്ഥാനോട് ഒരു പൂർണ്ണമായ ചർച്ച ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് പഹൽഗാമിൽ ഇരയാക്കപ്പെട്ട ഒരുപാട് ആളുകളുടെ രക്തസാക്ഷിത്വം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്കുള്ള അവരും കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിനും ഒരു തെറ്റായി മാതൃകയായിരിക്കും. എന്തായാലും ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞായിക്കോട്ടെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ നിലപാടിനൊപ്പം നിൽക്കും.